ഒരു ഫ്ലൂയിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുക. ഇതാണ് അതിൻ്റെ സ്ട്രീം ലൈൻസ്. ഫൈൻ. So now, suppose at a time equal to t second, ഒരു particular ടൈമിൽ we are just considering a small system. സിസ്റ്റം എന്ന് പറഞ്ഞാൽ some collection of matter inside that fluid flow. അപ്പോൾ ഇതാണ് ആ പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ നമ്മുടെ സിസ്റ്റം. ഞാൻ എഴുതുവാണ് സിസ്റ്റം അറ്റ് ടൈം ഈക്വൽ ടു ടി. ഇനി ഞാൻ പറഞ്ഞു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുവാണ് വിത്ത് എ വെലോസിറ്റി v. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ സം പർട്ടിക്കുലർ ടൈം സൈ ടി പ്ലസ് ഡെൽറ്റ ടി, ഒരു ഡെൽറ്റ ടി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റം എവിടെ എത്തും? ഇതാ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇത്രയും മാസ് മുമ്പോട്ട് മൂവ് ചെയ്യും, അത് വേറെ പൊസിഷനിലെത്തും. സോ സപ്പോസ് പുതിയ പൊസിഷൻ എന്ന് പറയുന്നത് സേ ഇവിടെ ആയിരിക്കും. അസ്യൂം ചെയ്യുക ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഒരു ചെറിയ ഇൻക്രിമെൻ്റൽ ടൈം അല്ലെങ്കിൽ ചെറിയൊരു സ്മോൾ ടൈമാണ്. അതുകൊണ്ട് ഒത്തിരി ദൂരം ഒന്നും പോകത്തില്ല. സിസ്റ്റം ഒരല്പം ട്രാവൽ ചെയ്ത് പുതിയൊരു പൊസിഷനിലെത്തും. ഇതാണ് പുതിയ പൊസിഷൻ. സോ സപ്പോസ് ഇവിടെ ഞാൻ എഴുതുവാണ് ദാറ്റ് ഈസ് സിസ്റ്റം അറ്റ് ടി പ്ലസ് ഡെൽറ്റ ടി. അതാണ് സിസ്റ്റത്തിൻ്റെ പുതിയ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ രണ്ട് പൊസിഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രീൻ കളർ വരച്ചിരിക്കുന്ന ഡോട്ടർ ലൈൻ വരച്ചിരിക്കുന്നത് അതിനുള്ളിലുള്ള കളക്ഷൻ ഓഫ് മാറ്ററാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം അറ്റ് ടൈം ഈക്വൽ ടു ടി. നൗ ആഫ്റ്റർ ടി പ്ലസ് ഡെൽറ്റ ടി സെക്കൻഡ് അല്ലെങ്കിൽ ആഫ്റ്റർ എ ടൈം ഇൻ്റർവൽ ഓഫ് ഡെൽറ്റ ടി ദ ന്യൂ പൊസിഷൻ ഓഫ് ദ സിസ്റ്റം ഇതാണ് രണ്ടാമത് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് 3 റീജിയൻ കാണാൻ പറ്റും. ഫസ്റ്റ് ഇതാണ് റീജിയൻ 1, ദെൻ ഇത് റീജിയൻ 2, ദെൻ റീജിയൻ 3. ഇങ്ങനെ 3 റീജിയൻ ഉണ്ട്. റീജിയൻ 1 എന്ന് പറയുന്നത് ഇനിഷ്യലി ഉള്ള ആ ടി ടൈമിൽ മാത്രമേ നമുക്ക് അവിടെ മാസ് ഉണ്ടാവുകയുള്ളൂ. നോ 2 എന്ന് പറഞ്ഞാലോ ദാറ്റ് ഈസ് കോമൺ ടു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ സിസ്റ്റം. അതുപോലെ 3 എന്ന് പറഞ്ഞാൽ ദ പൊസിഷൻ ദാറ്റ് അക്വേഴ്സ് ഓൺലി ആഫ്റ്റർ ടി പ്ലസ് ഡെൽറ്റ ടി സെക്കൻഡ്. ഇതാണ് 3 പൊസിഷൻസ്. അപ്പോൾ ഒരു എൻലാർജ്ഡ് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇതാ എങ്ങനെ ഇരിക്കും? ഇനീഷ്യൽ പൊസിഷൻ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാ ഫൈനൽ പൊസിഷൻ. സോ ദിസ് ഇസ് 1, ദിസ് ഇസ് 2 ആൻഡ് ദിസ് ദി തേർഡ് റീജിയൻ. ഇനി ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഈ സ്പേസ് ഉണ്ടല്ലോ, ദിസ് വൺ, ദാറ്റ് ഈസ് വാട്ട് ഐ ടേക്ക് ആസ് ദി കൺട്രോൾ വോളിയം. എന്തായിരിക്കും കാരണം? നോക്കുക, ഈ കൺട്രോൾ വോളിയത്തിനുള്ളിലെ മാസ് ഇനിഷ്യലിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഫൈനലി അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദർ വോണ്ട് ബി എനി ചേഞ്ച്. അപ്പോൾ ഇനിഷ്യലി എത്രയായിരിക്കും ടോട്ടൽ കളക്ഷൻ ഓഫ് മാറ്റർ? റീജിയൻ 1 + 2. ഫൈനലിയോ റീജിയൻ 2 + 3. അപ്പോൾ 2 എന്ന് പറയുന്ന റീജിയന് ദർ വോണ്ട് ബി എനി ചേഞ്ച്. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് ആ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് ദി കൺട്രോൾ വോളിയം. സോ ദിസ് ഇസ് മൈ കൺട്രോൾ വോളിയം. സോ എൻലാർജ്ഡ് ഫിഗറിലാണെങ്കിൽ ഇതാണ് നമ്മുടെ കൺട്രോൾ വോളിയം. ഓക്കെ, നൗ നമ്മൾ കൺട്രോൾ വോളിയം ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദി മാസ് കൺസർവേഷൻ ഇക്വേഷൻ. എങ്ങനെ എഴുതാൻ പറ്റും? ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 + 2 ഇത്രയും റീജിയനാണ്. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 + 3 ആണ്. അപ്പോൾ സിസ്റ്റം ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഇവിടെ നിന്നും രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറി, അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അതിനകത്തുള്ള മാസ് മുഴുവൻ കൺസേർവ്ഡ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. മാസ് കനോട്ട് ബി ഡിസ്ട്രോയിഡ്. അതുപോലെ തന്നെ മാസ് ആഡ് ചെയ്യാനും പറ്റത്തില്ല. So whatever is the total mass inside the region 1 and 2, that should be equal to the total mass inside the region 2 and 3. So that is mass at the initial position equal to mass inside the final position. That's our concept. So I can write the mass conservation equation. Since mass is conserved, I am writing mass in the first region, that is M1, at time t, അതാണ് ഇത് റീജിയൻ 1 പ്ലസ് റീജിയൻ 2 അതായത് മാസ് ഇൻസൈഡ് സെക്കൻഡ് റീജിയൻ അറ്റ് ടൈം ടി ഷുഡ് ബി ഈക്വൽ ടു ദെൻ ഫൈനൽ പൊസിഷൻ ഇതാണ് 2 + 3 ആണ്. അതെപ്പോഴാണ്? ആഫ്റ്റർ ടി പ്ലസ് ഡെൽറ്റ ടി സെക്കൻഡ്. സോ ഇറ്റ് ബിക്കം മാസ് ഇൻസൈഡ് the region 2
at t plus delta t plus mass inside region 3 at t plus delta t. ഇതൊന്ന് റീറൈറ്റ് ചെയ്യുക. ഈ ടേം ഈ ടേം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഐ എം റൈറ്റിംഗ് ഇറ്റ് ഫസ്റ്റ്. സോ m2 at t plus delta t മൈനസ്, അല്ലെങ്കിൽ ഇത് റൈറ്റ് സൈഡിൽ ഇടുക, എന്നിട്ട് ഈ ടേം റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇത് നെഗറ്റീവ് ആവും. സോ m2 at t സെക്കൻഡ്. സോ ഈ ടൈം ആർ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആർ എച്ച് എസ് ആണ് ഇതാ എഴുതിയിരിക്കുന്നത്. ഇനി ദിസ് ബിക്കം, ബാക്കി എന്ത് വരും? എൽ എച്ച് എസിൽ ഈ ടൈം അവിടെ തന്നെയുണ്ട്. ലാസ്റ്റ് ടൈം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. സോ ഫസ്റ്റ് ടൈം ഈസ് m1 at time t minus the last time is m3 at t plus delta t. ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരു കോമൺ ടൈം വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകും. സേ വി ക്യാൻ ടേക്ക് ഡെൽറ്റ ടി, ഡിവൈഡ് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് വിത്ത് ഡെൽറ്റ ടി. സ്മോൾ ടൈമിൻ്റെ ഡിഫറൻസ് ഇൻ ടൈമാണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൊക്കേഷൻ, initial location and the final location. Now can you apply the limits? അതായത് ഈ ഡെൽറ്റ ടി ഇസ് വെരി സ്മോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ആണ് ടൈമിനുണ്ടായിരിക്കുന്നത്. ഡെൽറ്റ ടി അത് വളരെ ചെറുതാണ്. ഇത് ഡെൽറ്റ ടി വാല്യൂ ഒത്തിരി കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ദർ വോണ്ട് ബി എനി റീജിയൻ 2, ഒരു കോമൺ ആയിട്ട് റീജിയൻ കാണില്ല. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് സ്മോൾ ടൈം ഇൻ്റർവൽ ആണെങ്കിൽ മാത്രമേ ഇതുപോലെ ഒരു കോമൺ ഏരിയ ദാറ്റ് വിൽ ബി മച്ച് മോർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇൻ ദി കമ്പാരബിൾ റേഞ്ച് ഓഫ് റീജിയൻ 1 and 2, 1 and 3 അത്രയും കിട്ടത്തുള്ളൂ. സോ വി ആർ റെഡ്യൂസിങ് ദ ഡെൽറ്റ ടി ഓർ ടെൻഡിങ് ദ ഡെൽറ്റ ടി ടു ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ഓർ ടെൻസ് ടു 0. സോ അപ്ലൈ ദ ലിമിറ്റ്സ്. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഇവിടെ ആർ എച്ച് എസിലും ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഫൈൻ. നൗ ഫസ്റ്റ് വി ടേക്ക് ഇത് എൽ എച്ച് എസ്. നമ്മുടെ എൽ എച്ച് എസ് ഇതാണ്. ഇതിൻ്റെ വാല്യൂ ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. Now this is mass in the region 2 at final state minus mass in the region, same region, mass in the region 2 at the initial state divided by time difference between initial and final state. അതായത് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടായിട്ടുണ്ട്. സിസ്റ്റം കോൺസ്റ്റൻറ്റ് വോളിയം തന്നെ, ഏതാണ്? 2 തന്നെ. ഇതും 2 ആണ്, ഇതും 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ 2 ഈസ് ദി കൺട്രോൾ വോളിയം. സോ കൺട്രോൾ വോളിയത്തിനകത്തെ മാസ് എപ്പോൾ എടുക്കണം? ഫൈനൽ. പിന്നെയോ മൈനസ് കൺട്രോൾ വോളിയത്തിനകത്തെ മാസ് ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടൈം, ഇനിഷ്യൽ ടു ഫൈനലിനുള്ള ടൈം. സോ ആക്ച്വലി അതെന്താണ്? മാസ് ഇൻ ദ വോളിയം ഇനിഷ്യലി അല്ലെങ്കിൽ ഫൈനലി മൈനസ് ഇനിഷ്യലി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ദറ്റ് ഈസ് ആക്ച്വലി ചേഞ്ച് ഇൻ മാസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ്. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? സിൻസ് ഡെൽറ്റ ടി ടെൻസ് ടു 0, നമുക്കത് ഡിഫറൻഷ്യൽ ഫോം എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ്. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ടി. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറയുന്നത്. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ്. എവിടുത്തെ മാസാണ്? അറ്റ് റീജിയൻ 2. ആ റീജിയൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ? ദാറ്റ് ഈസ് ദ കൺട്രോൾ വോളിയം. സോ എം ഓഫ് സി വി. ഇതാണ് നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന എൽ എച്ച് എസ്. സോ ഐ എം റൈറ്റിംഗ് ഡോ ബൈ ഡോ ടി ഓഫ് എം സി വി ഈസ് ഈക്വൽ ടു ദ എൽ എച്ച് എസ്. ഏതാ എൽ എച്ച് എസ്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 m2 at t plus delta t minus m2 at t divided by delta t. So that is, say, equation number 1. First equation. Similarly, we are considering the RHS. ആദ്യം എടുക്കാൻ പോകുന്നത്, say, this one.
ആർ എച്ച് എസിലെ സെക്കൻഡ് ടൈം. അതെങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 m1 at t ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സെക്കൻഡ് ടൈമോ ഇതുപോലെ തന്നെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 m3 at t plus delta t divided by delta t. So the last term is limit delta t tends to 0 m3 at t plus delta t divided by delta t. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഐ ജസ്റ്റ് അസ്യൂം ലെറ്റ് ഡെൽറ്റ m3 at the final, that is t plus delta t. ഇങ്ങനെ ഒരു ചെറിയ ഇൻക്രിമെൻ്റൽ മാസ് റീജിയൻ 3യിൽ ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഇൻക്രിമെൻ്റൽ എന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് m3 അല്ല, ഡെൽറ്റ m3. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് m3 ആണ്. അതിൻ്റെ ഒരു ചെറിയ ഇൻക്രിമെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫൈനൈറ്റ്സിമലി സ്മോൾ വാല്യൂ ആണ് ഡെൽറ്റ m3 എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേറ്റിൽ t പ്ലസ് ഡെൽറ്റ ടി. ദറ്റ് ഈസ് മാസ് ക്രോസിംഗ് എ സ്മോൾ ഏരിയ dA out of the control surface. നമുക്ക് നോക്കാം. There is a control surface. See, നമ്മുടെ enlarged ഫിഗറിൽ ഇതാണ് നമ്മുടെ കൺട്രോൾ വോളിയം. ഇറ്റ്സ് എ കൺട്രോൾ വോളിയം. അങ്ങനെയാണെങ്കിൽ ഇത് അതിൻ്റെ കൺട്രോൾ സർഫസ്, അതിൻ്റെ ചുറ്റിലുമുള്ള കവറിങ് എൻവലപ്പാണ് അതിൻ്റെ കൺട്രോൾ സർഫസ് എന്ന് പറയുന്നത്. നൗ വി ആർ അസ്യൂമിങ് എ സ്മോൾ ഏരിയ dA ഔട്ട്. ഇതിലെവിടെയെങ്കിലും ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യാം. സോ ലെറ്റ് ഇവിടെയാണ് നിൽക്കട്ടെ, ഇതാണ് സ്മോൾ ഏരിയ. ആ എൻവലപ്പിൽ അല്ലെങ്കിൽ കൺട്രോൾ സർഫസിലുള്ള ചെറിയൊരു ഏരിയ, ഒരു പുറത്തേക്കുള്ള ഓപ്പണിംഗ് ആണെന്ന് വിചാരിച്ചാൽ മതി. സോ ദിസ് ഈസ് dA ഔട്ട്. dA ഔട്ട് എന്ന് പറയാൻ കാരണം ഈ റൈറ്റ് സൈഡിലെ കൺട്രോൾ സർഫസിൻ്റെ ഭാഗം, ഇത് റൈറ്റ് സൈഡ്, ഇതിൽ കൂടെയാണ് നമുക്ക് റീജിയൻ 3യിലേക്ക് പോകാൻ പറ്റുക അല്ലേ. ഇതിൽ കൂടെ ഇങ്ങനെ റീജിയൻ 3യിലേക്ക് നമുക്ക് പോകാം. അതായത് ഫ്ലൂയിഡ് ഫ്ലോ നടക്കുമ്പം ഈ റൈറ്റിലെ ഈ ഒരു കർവ് അത് ക്രോസ് ചെയ്തായിരിക്കും റീജിയൻ 3യിലെ ഫ്ലൂയിഡ് എത്തുക. അതുകൊണ്ടാണ് ഞാൻ ഈ റൈറ്റ് സൈഡിലെ ഈ കർവ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ദാറ്റ് ഈസ് ഓൺ ദി കൺട്രോൾ സർഫസ്. അവിടെ മാത്രം ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് dA ഔട്ട്. പിന്നീട് നമ്മളെടുക്കും ഇതുപോലെ ലെഫ്റ്റ് സൈഡിലെ കർവ്, കൺട്രോൾ വോളിയത്തിൽ തന്നെ ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾ സർഫസ്, ദാറ്റ് ഈസ് ദി ലെഫ്റ്റ് കർവ്. അവിടെ നമ്മളൊരു ചെറിയ ഏരിയ എടുക്കും, അത് dA ഇൻ ആയിരിക്കും. കാരണം 1ൽ നിന്ന് 2ലേക്ക് കയറാനുള്ളത് ഇതുവഴിയായിരിക്കും, ലെഫ്റ്റ് സൈഡ് വഴി. പുറത്തേക്ക് 3ലേക്ക് പോകാനുള്ളത് റൈറ്റ് സൈഡ് വഴി. സോ ദാറ്റ് ഈസ് dA ഔട്ട്. അപ്പോൾ ഒരു ചെറിയ ഏരിയ, അതിൽ കൂടെയുള്ള സ്റ്റേറ്റ് 2ൽ നിന്നും പുറത്തേക്കുള്ള ഫ്ലോ റേറ്റ്, അതാണ് പുറത്തേക്കുള്ള മാസ് ഫ്ലോ, അതാണ് ഡെൽറ്റ m3. സോ അവർക്ക് ഒരു സ്മോൾ മാസ് ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ m3 എന്ന് പറഞ്ഞാലോ, ദാറ്റ് ഈസ് ഗോയിങ് ടു ദ റീജിയൻ 3. അപ്പോൾ ഇതിൽ കൂടെയാണ് അതുള്ളത് ത്രൂ ദി സ്മോൾ ഏരിയ dA ഔട്ട്. സോ ദാറ്റ് ഈസ് ദ മാസ് ക്രോസിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും എൻവലപ്പ്, ഈ ടോട്ടൽ സർഫസിൽ കൂടെയുള്ള, അതായത് പുറത്തേക്കുള്ള ഈ ടോട്ടൽ സർഫസിൽ കൂടെയുള്ള ഏരിയ ഔട്ട്, മാസ് ഔട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ദാറ്റ് ഈസ് ബൈ ടേക്കിംഗ് ദി ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സമ്മേഷൻ. മൊത്തം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഓവർ ദി എൻ്റയർ ലെങ്ത്. ഈ ലെങ്ത് മൊത്തം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് എഴുതാൻ പോകുന്നത്. ദിസ് ഈസ് ഡെൽറ്റ m3 t plus delta t we are assuming. Then I'm writing limit delta t tends to 0, അതായത് ചേഞ്ച് ഇൻ ടൈം വളരെ ചെറുതായിരിക്കുമ്പോൾ the value of total mass in the region 3 at t plus delta t divided by delta t.
ഇസ് ഈക്വൽ ടു, ഏതാണ് ഈ വാല്യൂ? ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ RHS തന്നെയാണ്, തൊട്ട് മുമ്പ് എഴുതിയിരിക്കുന്ന വാല്യൂ ലിമിറ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ഇതാ ഒരു ഇൻക്രിമെൻ്റൽ സ്മോൾ ഏരിയയിൽ കൂടെയുള്ള ഫ്ലോ റേറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് ഡെൽറ്റ M3T പ്ലസ് ഡെൽറ്റ ടി. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ടേക്ക് ദ സമ്മേഷൻ ഓവർ ദി എൻറ്റയർ ലെങ്ത്. സോ ദാറ്റ് ഈസ് സിഗ്മ ഡെൽറ്റ M3 at T plus delta T divided by delta T. എന്തുകൊണ്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എടുത്തേ? കാരണം ഇവിടെ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഉള്ളതുണ്ട്. സോ ഇത് ജസ്റ്റ് മാസ് ഫ്ലോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് മാസ് ക്രോസിങ് ദ ബൗണ്ടറി. നമുക്ക് വേണ്ടത് ഏതാണ്? മാസ് ബൈ ചേഞ്ച് ടൈമാണ്, അതാ മാസ് ഫ്ലോ റേറ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ സിഗ്മ എടുത്തിട്ട് ഡിനോമിനേറ്ററിൽ ഡെൽറ്റ ടി ഇട്ടു. ഫൈൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന സമ്മേഷൻ തന്നെയാണ്. സോ ഇൻറ്റഗ്രേറ്റിംഗ് ദ സ്മോൾ മാസ് ഓഫ് ദ റീജിയൻ 3 ഓവർ ദി എൻറ്റയർ ഏരിയ. ഏതാണ് എൻറ്റയർ ഏരിയ എന്ന് പറയുന്നത്? ഇതാ ഇവിടെ മുതൽ ഇവിടം വരെ, മുഴുവൻ ഏരിയ ഇല്ല, എത്രയും ഇല്ല, അത് ഓർക്കുക. ഇവിടെ മുതൽ ഇവിടം വരെ. കാരണം എന്താ? ഈ ഇത്രയും ഏരിയയിൽ കൂടെ മാത്രമേ നമുക്ക് പുറത്തേക്ക് റീജിയൻ 3ലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് integral throughout the control surface the total mass flow out. So mass flow out എന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ mass flow rate going out എന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്, ഇറ്റ് ഈസ് ടു ദ റീജിയൻ 3. ഇതാ നമുക്ക് ഇതിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ റീജിയൻ 3ലേക്കാണ് കംപ്ലീറ്റ് എത്തുക, വേറെ എവിടത്തോണ്ടും പോവില്ല. സോ ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ദാറ്റ് ലിമിറ്റ്. Now, what is integral control surface dm dot out എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻക്രിമെൻ്റൽ അല്ലെങ്കിൽ ചെറിയ മാസ് എടുത്തു, അതിനെ ഞാൻ എൻ്റെ കൺട്രോൾ സർഫസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ കിട്ടുന്നത് എന്താണ്? ടോട്ടൽ മാസ് ഫ്ലോ ദാറ്റ് ഈസ് ഗോയിങ് ഔട്ട്, മാസ് ഫ്ലോ റേറ്റ് ഗോയിങ് ഔട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു m dot out. സോ മാസ് ഫ്ലോ റേറ്റ് ഗോയിങ് ഔട്ട് ഓഫ് ദി കൺട്രോൾ സർഫസ്, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്? ഈ വട്ടത്തിലിട്ടിരിക്കുന്ന RHSലെ രണ്ടാമത്തെ ടേമിൻ്റെ വാല്യൂ ആണ് m ഡോട്ട് ഔട്ട്. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇതുപോലെ തന്നെ ഞാൻ ഇത്രയും എക്സ്പ്ലനേഷൻ ഇല്ലാതെ തന്നെ ഇനി ഡയറക്റ്റ് എനിക്ക് അടുത്ത ടൈം എഴുതാൻ പറ്റും. അടുത്ത ടൈം ഏതാണ്? RHSലെ ഫസ്റ്റ് ടൈം. വാട്ട് ഈസ് ദാറ്റ്? ദറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 m1 at t ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും. നോക്കാം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 m1 റീജിയൻ 1ലെ ടൈം t ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഹൗ ക്യാൻ വി റൈറ്റ് ഇറ്റ്? ഇറ്റ് ഈസ് ഈക്വൽ ടു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻക്രിമെൻ്റൽ അല്ലെങ്കിൽ സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുന്ന എവിടെയാണ്? റീജിയൻ 1 ആണ്. അതുകൊണ്ട് എവിടെ വരണം? ഇവിടെയായിരിക്കും. സോ കൺസിഡർ എ സ്മോൾ ഏരിയ. ഇതായിരിക്കും TA ഇൻ. ഈ ഏരിയ കൂടെ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ, 1ൽ നിന്നും 2ലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു അസംഷൻ എടുക്കുന്നു. എ സ്മോൾ മാസ് ഈസ് എൻറ്ററിങ് ത്രൂ ദ ഏരിയ DA ഇൻ. ആ മാസ് എത്രയായിരിക്കും? ഡെൽറ്റ M1 എന്നെടുക്കാം, നേരത്തെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് കയറുന്ന മാസ് ഫ്ലോ റേറ്റ് എങ്ങനെ എഴുതാം? ഡെൽറ്റ M1 അറ്റ് T ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ടോട്ടൽ മാസ് എൻറ്ററിങ് ഫ്രം റീജിയൻ 1. അതെങ്ങനെ എഴുതാൻ പറ്റും? ദറ്റ് ഈസ് സിഗ്മ. നേരത്തെ ഇതുപോലെ തന്നെ ഔട്ടിന് വരെ ഇന്നേ ഉള്ളൂ. അതുപോലെ നേരത്തെ എടുത്തിരിക്കുന്ന DA ഔട്ടിന് വരെ ഇവിടെ DA ഇന്ന്. നേരത്തെ എടുത്തിരിക്കുന്നത് ഈ റീജിയൻ ആയിരുന്നു, ഇവിടെ എടുത്തിരിക്കുന്നത് ഈ റീജിയൻ. ഇത്രയേ ഉള്ളൂ. സോ ദറ്റ് ഈസ് സിഗ്മ ഡെൽറ്റ M1 അറ്റ് T. ഇതാണ് DA ഇനിൽ കൂടെയുള്ള ചെറിയ മാസ് ഫ്ലോ ഇൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് ആയി. ഇതിന് നമ്മൾ ടോട്ടൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇൻറ്റഗ്രേറ്റ് ഓവർ ദി എൻറ്റയർ control surface. So integrating our control surface,
അല്ലെങ്കിൽ ടേക്കിംഗ് സമ്മേഷൻ ഓവർ ദി കൺട്രോൾ സർഫസ്. ഇത് നമ്മൾ എന്ത് പേര് വിളിക്കും? ദിസ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ദി എൻ്റയർ കൺട്രോൾ സർഫസ്. ഓർക്കുക, ഇത്രയും സൈഡേ ഉള്ളൂ കേട്ടോ, ഈ സൈഡ് ഓഫ് dm in. What is the value of that? Integral of derivative of m dot in means m dot in. So this is mass flow in, equation number 3. മൂന്ന് ഇക്വേഷൻ കിട്ടി. സോ ആക്ച്വലി നമ്മൾ ഏതൊക്കെ വാല്യൂ കിട്ടി? ആദ്യം എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ LHS കണ്ടുപിടിച്ചു, RHS രണ്ടാമത്തെ ടൈം കിട്ടി, പിന്നെ RHS ഫസ്റ്റ് ടൈം കിട്ടി. Now we can substitute in this equation. എന്ത് വരും? From equation number 1. What is the answer? Equation number 1. See, limit delta t tends to 0, so and so. ഇതാണ് നമ്മുടെ LHS. That is equal to dou by dou t of mCv. So we can writing substituting all equations in mass conservation equation. First term എന്താണ്? First term is dou by dou t of mCv. Dou by dou t of mCv equal to, now second time or RHS first time, that is equation number 3. ഏതാണ്? This one, limit delta t tends to 0, m1t divided by delta t, that is equal to m dot in. So m dot in minus, what is second time in the RHS? That is from equation 2, m dot out. ഇതാണ് m dot out. Okay, so we are marking it as equation number 4. So how we can write the statement then? The statement of conservation equation is, what is the meaning? This is mass inside the control volume. Dou by dou t means rate of change. So time rate of change of mass inside the control volume is equal to mass flow rate into the system, അല്ലെങ്കിൽ mass flow rate into the control volume minus mass flow rate out of the control volume. So that is, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റേറ്റ് ഓഫ് accumulation of mass within the control volume is equal to the mass entering into the control volume, mass flow rate into the control volume, that is mass inflow minus mass outflow. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മറക്കരുത്. Now we are giving further additions to this equation. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ അതാണ് ഇക്വേഷൻ നമ്പർ 4. Okay, so from equation number 4 again I am rewriting, that is integral derivative of mc with respect to time. Now ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? That is mass inside the control volume. ഞാൻ നേരത്തെ വരച്ചിരിക്കുന്ന ആ ഫിഗർ എടുക്കുകയാണ്. സി, ഇതാണ് നമ്മുടെ കൺട്രോൾ വോളിയം. സപ്പോസ് ഈ കൺട്രോൾ വോളിയത്തിനകത്ത് ദർ ഈസ് എ സ്മോൾ വോളിയം ഡെൽറ്റ വി. ഒരു ചെറിയ പോയിന്റിൽ ചെറിയ വോളിയമാണ് ഡെൽറ്റ വി എന്ന് പറഞ്ഞിരിക്കുന്നത്.
അവിടുത്തെ മാസ് ഡെൽറ്റ എം. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി ഡെൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്? എങ്ങനെ പറയാൻ പറ്റും? ഒരു പോയിന്റ് ആയതുകൊണ്ട് ആ പോയിന്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചെറിയ മാസ് ഡിവൈഡഡ് ബൈ ചെറിയ വോളിയം, അതെടുത്താൽ മതി. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. സോ ഹൗ ക്യാൻ ഐ റെപ്രസെൻറ്റ് ഡെൻസിറ്റി അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ കൺട്രോൾ വോളിയം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ഫൈൻ. അങ്ങനെയാണെങ്കിൽ again I am writing density rho at a point is equal to delta m divided by delta. ഇത് ഒരു ഡിഫറൻഷ്യൽ ഫോം എങ്ങനെ എഴുതാൻ പറ്റും? is equal to dm divided by dv. ഇത് വേണമെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ മോർ ദാൻ വൺ വേരിയബിൾ, ദെൻ ഇറ്റ് ഈസ് ഡോ എം ഡിവൈഡ് ബൈ ഡോ വി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡി എം ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡി വി, ഓർ ഇൻ്റഗ്രൽ ഡി എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ഇൻറ്റു ഡി വി. വി എന്ന് പറയുന്നത് എന്താണ്? ഡി വി മീൻസ് സ്മോൾ വോളിയം. സോ ഞാൻ വി ക്രോസ് എന്നിട്ട് വേണം, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെലോസിറ്റി നമ്മൾ വി റെപ്രസെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വോളിയം മീൻസ് വി ക്രോസ്. സോ ഡി വി ക്രോസ് മീൻസ് ചേഞ്ച് ഇൻ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം. ഫൈൻ. നൗ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഡി എം? ഇൻ്റഗ്രൽ ഡി എം ഈസ് ഈക്വൽ ടു എം. സോ മാസ് എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ഡി വി. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന മാസ് ഓഫ് കൺട്രോൾ വോളിയമാണ്. ദെൻ what I can do then? Derivative of mass inside the control volume with respect to time. So instead of mass of control volume, I am writing integral rho dv. So that is dou by dou t of integral rho dv. ഇത് എവിടത്തെയാണ്? കൺട്രോൾ വോളിയം. സോ ഇൻ്റഗ്രേറ്റ് റോ ഡി വി ഫോർ ദി എൻ്റയർ കൺട്രോൾ വോളിയം. ഇത് വേണം നമുക്ക് അകത്തോട്ട് കയറ്റാം. ഡോ ബൈ ഡോ ടി നമുക്ക് ഇൻ്റഗ്രേഷൻ അകത്തോട്ട് കയറ്റുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ദി എൻ്റയർ കൺട്രോൾ വോളിയം ഇൻറ്റു ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി വി. ഡി വി മീൻസ് ഡി വി ക്രോസ് എന്നിട്ടാവേ. വി ക്രോസ് മീൻസ് ഇറ്റ് ഈസ് വോളിയം, ചേഞ്ച് ഇൻ വോളിയം. സോ ഇതാണ് നമ്മുടെ കൺസർവേഷൻ ഇക്വേഷനിൽ ആദ്യത്തെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റീപ്ലേസ്മെൻറ്റ്. സിമിലർലി what I am going to do with the first term in the RHS, m dot in പകരം ഞാൻ എന്താ കൊടുക്കുന്നു നോക്കുക. നിങ്ങൾ കഴിഞ്ഞ വർഷം ഫ്ലൂയിഡ് മെക്കാനിക്സുകൾ പഠിച്ചിട്ടുണ്ടാവും. മാസ് ഫ്ലോ റേറ്റ്. ഇനി അതർ ഇക്വേഷൻ ഫോർ മാസ് ഫ്ലോ റേറ്റ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. മാസ് ഫ്ലോ റേറ്റ് എം ഡോട്ട് ഈസ് ഈക്വൽ ടു റോ എ വി. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റോ എ വി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് അസ്യൂം ദാറ്റ് ദർ ഇസ് എ ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ എ പൈപ്പ്. ഒരു പൈപ്പോ അല്ലെങ്കിൽ ഇതിൽ കൂടെ എങ്കിലും ഒരു ഫ്ലൂയിഡ് ഫ്ലോ കൺസിഡർ ചെയ്തിട്ട് ആ ഫ്ലോയുടെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഏരിയ കൺസിഡർ ചെയ്യും. അതാണ് എ. സോ ഫ്ലോ എങ്ങനെ ആയിരിക്കും? അതിന് നോർമൽ ആയിരിക്കും. സോ ഫ്ലോ വിൽ ബി ലൈക്ക് ദിസ്. ആ ഫ്ലോയുടെ വെലോസിറ്റിയാണ് വി. നോക്കുക, ഇവിടെ വെലോസിറ്റി വി ആണ്. നേരത്തെ എടുത്തിരിക്കുന്നത് വി ക്രോസ്, അതേതാണ്? ദാറ്റ് ഇസ് വോളിയം. സോ വെലോസിറ്റി വി ഉള്ള ഫ്ലൂയിഡ് ഫ്ലോ ദാറ്റ് ഈസ് ക്രോസിങ് an area capital A, and the density of that fluid that is throughout that considered area is rho. അങ്ങനെയാണെങ്കിൽ the mass flow rate crossing this area is given by m dot is equal to rho into a into velocity v. ഇതാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. Now ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലെ ഈ കൺട്രോൾ സർഫസ് ഇത് ക്രോസ് ചെയ്താണ് അകത്തേക്ക് ഫ്ലൂയിഡ് വരുന്നത്. ദാറ്റ് ഈസ് എം ഡോട്ട് ഇൻ ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടു ദ റീജിയൻ 2 ക്രോസിംഗ് ദിസ് സൈഡ് ഈസ് എം ഡോട്ട് ഇൻ. അങ്ങനെയാണെങ്കിൽ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച്, ഏത് ഇക്വേഷൻ? ഇതുപോലെ റോ എ ബി വെച്ച് നമുക്ക് ഈ എം ഡോട്ട് ഇൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എം ഡോട്ട് ഇൻ ഈക്വൽ ടു, ഏതാണ് ഇക്വേഷൻ? Rho, that is the constant density of fluid that is entering. Now area എന്തെടുക്കും?
ഈ മൊത്തം ഏരിയ നമുക്കറിയത്തില്ല. അതിന് പകരം എന്ത് ചെയ്യും, നേരത്തെ ചെയ്തതുപോലെ ഒരു സ്മോൾ ഏരിയ ഇവിടെ എടുക്കും. അതാണ് അതിൻ്റെ വാല്യൂ ഡി എ ഇൻ. സോ ഡി എ ഇൻ. ഇപ്പോൾ റോ എ. ഇനി വെലോസിറ്റി വേണം. വാട്ട് ഇസ് വെലോസിറ്റി ക്രോസിംഗ് ദീസ് വൺ? വെലോസിറ്റി ഇൻഫാക്റ്റ് അത് മാറും. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇവിടെ ഏരിയ എടുക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്, നമ്മുടെ വെലോസിറ്റിയുടെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോയുടെ പെർപെൻഡിക്കുലറാണ് എടുക്കുന്നത് കൺസിഡർ ചെയ്തിരിക്കുന്ന ഏരിയ. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ബിക്കോസ് ഇതൊരു കർവാണ്. സോ ഫ്ലൂയിഡ് ഫ്ലോ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. എപ്പോഴും നോർമൽ ആയിരിക്കണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും വരാം. സോ ദാറ്റ്സ് വൈ ഇഫ് ഐ ഡ്രോ അനദർ ഫിഗർ, സേ ഇതാണ് ലെഫ്റ്റിലെ കർവ്. This will be the area dA in. Then something will be, suppose the fluid flow is in this direction, that is the velocity v. Velocity v. ഇത് കോൺട്രഡിക്ഷൻ വരരുത്, ബിക്കോസ് വി ക്രോസ് ഈസ് നേരത്തെ പറഞ്ഞതുപോലെ ദാറ്റ് ഈസ് എ വോളിയം ചേഞ്ച് ഡി വി ക്രോസ്. ഇത് വെലോസിറ്റിയാണ് വി. ബട്ട് നമുക്ക് റോ എ വി ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ വെലോസിറ്റി എങ്ങനെ എടുക്കണം? ദാറ്റ് ഷുഡ് ബി നോർമൽ ടു ദിസ് ഏരിയ. അപ്പോൾ നോർമൽ ഏരിയയ്ക്ക് നോർമലായിട്ടുള്ള വെലോസിറ്റി അത് വേറെ ഒരെണ്ണമുണ്ട്, ദാറ്റ് വിൽ ബി വി എൻ. ഇതൊക്കെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചു.